ദൈവിക വാഗ്ദത്തങ്ങൾക്ക് എപ്പോഴും വലിയ ശക്തിയുണ്ട്. അത് നമ്മെ വലിയ വിടുതലിലേക്കും അനുഗ്രഹത്തിലേക്കും നടത്തുവാൻ പര്യാപ്തമായി തീരും. 107 സങ്കീർത്തനം 20 അവൻ തൻ്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അതെ, ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിയെ യഥാർത്ഥമായി നാം ഗ്രഹിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് മുൻപോട്ട് പോയാൽ അതിൻ്റെ ശക്തി നമ്മെ പുതു ചൈതന്യത്തിലേക്കും അത്ഭുതത്തിലേക്കും നയിക്കും എന്ന് നാം മറന്നു പോകരുത്. മാനുഷിക വാക്കുകൾ മാറിപ്പോകും, മാനുഷിക ചിന്തകൾ എല്ലാം അസ്ഥാനത്താകും. എന്നാൽ ദൈവവചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത്, യഹോവ തൻ്റെ വചനം അയച്ച് അവരെ വിടുവിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ വചനം അയച്ച് നമ്മെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യഹോവേ, നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അതെ, ദൈവവചനത്തിൻ്റെ സ്ഥിരത നാം ജീവിതത്തിൽ വിശ്വസിച്ച് ഉറപ്പുവരുത്തേണ്ടുന്നത് ആവശ്യമാണ്. പുറപ്പാട് പുസ്തകം 15 26 നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ്റെ വാക്കുകൾ നീ പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിനക്ക് വരും. മാത്രമല്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 23 അതിൻ്റെ 25 അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. അതെ, ദൈവവചനത്തിൻ്റെ ശക്തിയെ ശരിക്കും രുചിച്ചറിഞ്ഞ് നാം ദൈവസന്നിധിയിൽ മുൻപോട്ട് പോയാൽ തൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഭയം, രോഗം, കഷ്ടം ഇവയൊക്കെ നമ്മളിൽ സംഭവിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക. നിഷ്കളങ്കമായി ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. 91 സങ്കീർത്തനം അതിൻ്റെ 5-6 രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ ഇല്ല. അതെ, ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. അത്ഭുതങ്ങളെ ദൈവം നമുക്കായി ചെയ്യും.